ഹലോ ഗായ്സ്, ഗുഡ് മോർണിംഗ്. അപ്പോൾ രാവിലെ തന്നെ ഞങ്ങൾ തിരുവനന്തപുരത്ത് രേഖ ചേച്ചിയുടെ വീട്ടിലോട്ടൊന്ന് പോവുകയാണ്. ഒരു യാത്ര പറച്ചിലിനാണ് പോകുന്നത്. എങ്ങോട്ടാണ് പോകുന്നത്, എന്താ പരിപാടി എന്നൊക്കെ ഞാൻ വഴിയെ പറയാം. ഞാൻ മേടിച്ചൊരു പുതിയ ഫാനാണ് കേട്ടോ. ഇത് ഭയങ്കര ഉപകാരമാണ് ഇവനെ കൊണ്ട്. കാരണം നമ്മൾ ഈ മേക്കപ്പൊക്കെ ചെയ്ത് കഴിയുമ്പോൾ ജസ്റ്റ് ഒന്ന് ഫേസിൽ അടിക്കുകയാണെങ്കിൽ വീർത്തൊലിക്കുന്നതൊക്കെ ഒന്ന് മാറും. ഇതെൻ്റെ പുതിയ മൂക്കുത്തി. കുറച്ച് ഷോ ഓഫ് കാണിക്കണമല്ലോ. അപ്പോൾ നമ്മൾ രാവിലെ ഇറങ്ങാനാണ് പ്ലാന്. ഞാനും ചേട്ടായി മാത്രമേ പോകുന്നുള്ളൂ. തിരുവനന്തപുരത്ത് വേറെ കുറച്ച് പ്ലാൻ കൂടെ ഉണ്ട് കേട്ടോ. പഴയ പാത്രങ്ങൾ കൊടുത്തിട്ട് പുതിയ പാത്രം മേടിക്കുന്നൊരു സ്ഥലമുണ്ട്. അപ്പോൾ താഴെ ചെന്നപ്പോൾ അമ്മേൻ്റെ വീഡിയോ ഒക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഞാനും ചേട്ടായിയൊക്കെ റെഡിയായി. ആദ്യം ആക്ച്വലി അമ്മ വരാനൊരു പ്ലാൻ ഉണ്ടായിരുന്നെങ്കിൽ അമ്മയ്ക്കൊരു വയ്യായ്കയുണ്ട്. അമ്മ അപ്പോൾ ഒരു പൂവൊക്കെ പിടിച്ച് തന്നേക്കുകയാണ് കാറിൽ വെക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ എവിടെയാണ് പോകുന്നതെന്ന് വെച്ചാൽ നമ്മുടെ കൊറോണ സമയമായപ്പോൾ തൊട്ട് നമുക്ക് വർക്ക് ഫ്രം ഹോം ആയിരുന്നു. അപ്പോൾ ചേട്ടാ ഇപ്പോൾ തിരിച്ച് ജോയിൻ ചെയ്യാൻ പറഞ്ഞേക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് കോയമ്പത്തൂരാണ് നമ്മൾ പോകേണ്ടത്. അപ്പം യാത്രയൊക്കെ പറയാൻ വേണ്ടിയിട്ടാണ് തിരുവനന്തപുരത്തോട്ട് പോയിരിക്കുന്നത്. പിന്നെ ചേട്ടനെയൊക്കെ കണ്ട് എല്ലായിടത്തും യാത്രയൊക്കെ പറയണം. ഇതാണ് പ്ലാന്. അപ്പോൾ ചേട്ടൻ ഇന്ന് ഒരിടത്ത് വെളിയിൽ പോയേക്കുവാണ്. പുള്ളിക്കാരൻ വരുമ്പോൾ 6 മണിയാവുമെന്നാണ് പറഞ്ഞേക്കുന്നത്. റിയോ, ഹായ് റിയോ, ഹായ് റിയോ, 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 റിയോ മറന്നു പോയോ എന്നെ? റിയോ മറന്നിട്ടുണ്ടോ എന്നെ? റിയോ, ഓ കിടന്നൊക്കെ അങ്ങ് തിരുവാന്നല്ലേ ദൈവമേ, കിടന്നൊക്കെ അങ്ങ് തിരുവാന്നല്ലേ. ഇയാളെന്നെ മറന്നൊന്നും പോയില്ലേടോ? ഇയാള് മറന്നൊന്നും പോയില്ലേ ഇയാള്? ചേട്ടായിയെ കണ്ട അപ്പൊ കൊരയ്ക്കും. കൂടെ വന്നേ, കൊരക്കണ്ട, വിട്ടേര്. അപ്പോൾ നമ്മുടെ റിയോ ആണെങ്കിൽ എന്നോട് ഭയങ്കര കൂട്ടാണ് കേട്ടോ. അപ്പോൾ ചേട്ടായിയെ കണ്ട പക്ഷേ അപ്പോൾ കുരയ്ക്കും. അപ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ള കിടിലൻ ഫുഡൊക്കെ കഴിച്ച് മീൻകറി, മീൻ വറുത്തത്, തോരൻ, അങ്ങനെ എല്ലാം ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഞങ്ങൾ കഴിക്കുകയാണ്. കഴിച്ചിട്ട് ചേട്ടായി കുറച്ച് നേരം റെസ്റ്റ് എടുക്കാൻ പോയി. ഞാനും അപ്പു കൂടെ ഒന്ന് വെളിയിൽ പോവുകയാണ്. എൻ്റെ പഴയ പാത്രങ്ങളൊക്കെ കൊടുത്തിട്ട് നല്ല എനിക്കൊരു അയൺ കാസ്റ്റിൻ്റെ ഒരു എന്താ പറയുക, ഒരു തവ വേണം. പിന്നെ ഒരു ഇഡ്ഡലി കുട്ടവും വേണം. അതാണ് ഇമ്പോർട്ടൻറ്റ് സാധനങ്ങൾ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് MRT മോളെന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ടെന്ന് പറഞ്ഞ് പോയതാണ്. പക്ഷേ നമ്മളവിടെ ചെന്നപ്പോഴത്തേക്ക് അത് കട അടച്ചേക്കുമായിരുന്നു. MRT മെറ്റൽ മാർട്ട്. അപ്പോൾ അടച്ചേക്കുമായിരുന്നു. നമ്മൾ കുറേ നടന്ന് അതിൻ്റെ സ്ഥലത്തൊക്കെ കണ്ടുപിടിച്ചെങ്കിൽ ഒരു ബലം ഉണ്ടായില്ല, എല്ലാം അടച്ചേക്കുമായിരുന്നു. അങ്ങനെ സങ്കടകരമായി ഇരിക്കുമ്പോഴാണ് അതിൻ്റെ തൊട്ടപ്പുറത്ത് ഇതേപോലെ വേറൊരു കടയുണ്ടായിരുന്നു. അപ്പോൾ അവിടെ നമുക്ക് കൊടുക്കാൻ പറ്റി. എന്തായാലും വന്നത് വേസ്റ്റ് ആയില്ല കേട്ടോ. അത് MRT മോളിൻ്റെ അടുത്ത് തന്നെ, മാർട്ടിൻ്റെ അടുത്ത് തന്നെയുള്ള നെക്സ്റ്റ് കട. അപ്പോൾ എൻ്റെ പഴയ തവ, പിന്നെ വിസിൽ കേൾക്കാത്ത കുക്കർ, അങ്ങനത്തെ കുറേ സംഭവങ്ങളൊക്കെ കൊടുത്തപ്പോൾ ഒരു 400 സംതിങ് രൂപയ്ക്ക് വേണ്ടിയിട്ടുള്ളത് നമുക്ക് കൊടുക്കാനുണ്ടായിരുന്നു. എന്നിട്ട് ഞാൻ 2 പാത്രം മേടിക്കുകയും ചെയ്യാമെന്നായിരുന്നു എൻ്റെ പ്ലാന്. അപ്പോൾ അവിടെ ഇഷ്ടംപോലെ നല്ല അടിപൊളി സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അവിടെ നല്ല കുറേ അടിപൊളി സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷേ എനിക്ക് തവ കിട്ടിയില്ലായിരുന്നു. ബാക്കി ഒരു പനിയേരം പാത്രം, ഒരു ഇഡ്ഡലി കുട്ടും അവിടെ നിന്ന് മേടിച്ചു. എന്നിട്ട് തവ തൊട്ടപ്പുറത്ത് ഒരു കടയിൽ നിന്ന് അയൺ കാസ്റ്റിൻ്റെ തവയും മേടിച്ചു. അപ്പോൾ പോകുന്ന വഴിക്ക് തന്നെ നമുക്ക് ഇവിടെ ആണെങ്കിൽ നല്ല അടിപൊളി ഷേക്ക് ജ്യൂസ് കിട്ടുന്നൊരു കടയുണ്ട്. അത് ഭയങ്കര ഫേമസ് ആണെന്നാണ് അപ്പുക്കുട്ടി പറയുന്നത്. അപ്പോൾ അവിടെ ഇരുന്ന് നമ്മൾ ബൂസ്റ്റ് ഷർബത്ത് അങ്ങനെ എന്തോ ആണ് കേട്ടോ. ഞാനൊരു അവക്കാഡോ ജ്യൂസ്, ഒരു ബൂസ്റ്റ് കുലിക്കുക, അങ്ങനെ സംതിങ് എന്തോ ആയിരുന്നു കേട്ടോ. അപ്പോൾ 2 അടിപൊളിയായിരുന്നു. അതൊക്കെ കുടിച്ചതിന് ശേഷം നമ്മൾ അടുത്തത് പോകുന്നതെന്ന് പറയുന്നത് ഒരു ബേക്കറിയിലോട്ടാണ് കേട്ടോ. നല്ല അടിപൊളിയാണ്. അവിടുത്തെ എല്ലാ സംഭവങ്ങളും കിടിലനാണ്. പിന്നെ കോസ്റ്റ് വൈസ് കുറച്ച് കൂടുതലാണ്. അപ്പോൾ അവിടെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഈ ജ്യൂസ് വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മളവിടെ പോയത്. അപ്പോൾ ചേട്ടായിക്ക് അത് വേണമെന്നൊക്കെ പറഞ്ഞാൽ അത് നമ്മൾ മേടിച്ചു. അത് കഴിഞ്ഞ് വീട്ടിൽ ചെന്നപ്പോഴത്തേക്ക് അവിടെ ചേട്ടൻ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ചേട്ടനോടൊക്കെ സംസാരിച്ചു. കുറച്ച് നേരം ഇരുന്നതിന് ശേഷം യാത്രയൊക്കെ കഴിഞ്ഞ് നമ്മളിപ്പോൾ ഇറങ്ങാൻ പോവുകയാണ്. ഇവിടെ വന്നാൽ പിന്നെ കുറച്ച് കൊല അങ്ങനത്തെ പരിപാടികളൊക്കെ ഉണ്ടാകും. അപ്പോൾ കൊലയൊക്കെ കൊണ്ട് അപ്പോൾ വണ്ടിയുടെ ബാക്കിൽ വെക്കുകയാണ്. എല്ലായിടത്തും യാത്രയൊക്കെ പറഞ്ഞ് താഴത്തെ ഉണ്ണി, ചേട്ടന്, ചേച്ചിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരെയും കണ്ടു. നമ്മൾ തിരിച്ച് തക്കലിലോട്ട് പോവുകയാണ്. ഓൾമോസ്റ്റ് അവിടെ റീച്ച് ആവാറായിട്ടുണ്ട് കേട്ടോ ഇപ്പം. അപ്പോൾ അവിടെ വന്നപ്പോൾ അമ്മ ഉണർന്ന് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ചേച്ചി തന്നിട്ട സാധനവും ഞാൻ മേടിച്ച സാധനമൊക്കെ അമ്മേനെ രാത്രി തന്നെ കാണിച്ചു. അപ്പോൾ ഇനി ഇവിടെ തന്നെ എന്താ പറയുക, നെക്സ്റ്റ്
ഡേ മോർണിംഗ് ആട്ടോ ഇത്. ഏർലി മോർണിംഗ് തന്നെ സാധനങ്ങൾ എടുക്കാൻ ആൾ വന്നിട്ടുണ്ട്. നമ്മൾ പാക്കേഴ്സ് ആൻഡ് മൂവേഴ്സിനോടാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അവർ വന്ന് ഏർലി മോർണിംഗ് 5 മണിക്ക് അവർ വന്ന് സാധനങ്ങളൊക്കെ എടുക്കാൻ തുടങ്ങി. അപ്പോൾ മൊത്തത്തിൽ ഉറക്കമില്ലാത്ത പോലെ രാത്രി വന്ന് കിടന്നതും ഉണർന്നതും ഒന്നും അറിയാൻ വയ്യ. അവർ വന്ന് പക്ഷെ പടപടാ സാധനങ്ങൾ എടുക്കുന്നു വെക്കുന്നു, പെട്ടെന്നെല്ലാം അവർ ചെയ്യാൻ പറ്റും. അങ്ങനെ ഒരു വൈകിട്ടൊരു 3 മണിയോട് കൂടി എല്ലാം പാക്ക് ചെയ്ത് കഴിഞ്ഞു കേട്ടോ. പാക്ക് ചെയ്ത് അവർ ഇവിടുന്ന് കോയമ്പത്തൂരോട്ട് പോകും. നമ്മൾ ഇന്ന് രാത്രി പോകും, ഇതാണ് പ്ലാൻ. അപ്പോൾ നമ്മൾ പോകുന്നതിന് മുമ്പ് കുറച്ച് സാധനങ്ങളൂടെ മേടിക്കാൻ പോകണം. അതിന് വേണ്ടി ഞാനും ചേട്ടായും കൂടെ വെളിയിലോട്ട് പോവുകയാണ്. അപ്പോൾ അതേപോലെ തന്നെ അമ്മയ്ക്ക് കുറച്ച് പനി പോലത്തെ ഒരു ഫീലുണ്ട്. അപ്പോൾ അമ്മയ്ക്കൊരു ടാബ്ലറ്റും ഒക്കെ വാങ്ങണം. അപ്പോൾ ഇവിടെ ആണെങ്കിൽ നല്ല പരിപാടി എന്തോ നടക്കുകയാണ് കേട്ടോ, അമ്പലത്തിൻ്റെ ഉത്സവത്തിൻ്റെയൊക്കെ അവിടെ നല്ല എന്താ പറയുക ഡാൻസും ഒക്കെ പരിപാടിയൊക്കെ നടക്കുകയാണ്. അങ്ങനെ നമ്മൾ ഗുളിക സംഭവങ്ങൾ മേടിക്കേണ്ടതെല്ലാം മേടിച്ചിട്ട് നമ്മൾ നമ്മുടെ പാലസൊക്കെ ക്ലോസ് ചെയ്തേക്കുന്നുണ്ട്. അപ്പോൾ ആ വഴിയൊന്ന് പോവുകയാണ്. അപ്പോൾ ഇന്ന് രാത്രിയാണ് നമ്മൾ പോകേണ്ടതിന് അവസാനഘട്ട പരിപാടികളിൽ കൂടെ ബാക്കിയുള്ളൂ. അപ്പോൾ ഏകദേശം എല്ലാം പാക്ക് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഇനി കുളിക്കണം, 10 മണിക്ക് ഇറങ്ങണം. അപ്പോൾ ഇതൊക്കെയാണ് പ്ലാൻ. ഇനി തൊട്ട് ഇവിടെ അമ്മയും ചേച്ചിയും ഒറ്റയ്ക്കേ കാണത്തുള്ളൂ. അപ്പോൾ അതിൻ്റെ സങ്കടം അവർക്കും ഉണ്ട് ഞങ്ങൾക്കും ഉണ്ട് കേട്ടോ. എന്തൊക്കെ പറഞ്ഞാലും വീട്ടിൽ നിന്ന് പോവുക എന്നുള്ളതൊരു എന്താ പറയുക ഒരു വിഷമം പോലത്തെ ഒരു ഫീലായിരുന്നു. ഇനി വീണ്ടും വേറൊരു നാട്, നമുക്കറിയാത്ത ആൾക്കാർ, നമുക്കറിയാത്ത സ്ഥലം, അങ്ങനത്തെ ഒരു ഫീലായിരുന്നു. പിന്നെ ചെന്നൈ ആണെങ്കിൽ എന്തോ അതൊരു സെക്കൻഡ് ഹോം ഫീലാണ്. അവിടെ എല്ലാം അറിയാം. ഇപ്പോൾ കോയമ്പത്തൂർ നമുക്കിപ്പോൾ ഫസ്റ്റ് ടൈമാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ പോകുമ്പോൾ ഒരു വിഷമമാണ് എല്ലാവർക്കും, നമുക്കും എല്ലാവർക്കും. പോകുന്ന വഴിക്ക് നമ്മൾ യൂഷ്വലി കയറുന്ന അമ്പലത്തിലൊക്കെ തൊഴുതിട്ടൊക്കെയാണ് പോകുന്നത്. സോ ഇനി നെക്സ്റ്റ് വ്ളോഗ് കോയമ്പത്തൂരിൻ്റെ കാണാം കേട്ടോ. Bye-bye.